വർക്കലയിൽ ഹൃദ്രോഗിയായ ഓട്ടോറിക്ഷ ഡ്രൈവർക്ക് ക്രൂരമായ മർദ്ദനമേറ്റു. വർക്കല കുരക്കണ്ണി തൃക്കോട്ടയിൽ സുനിൽകുമാറിനാണ് മർദ്ദനമേറ്റത്. ആ ദൃശ്യങ്ങൾ ഒന്ന് കാണും. വണ്ടി സ്റ്റാൻഡ് ഇട്ടിരുമ്പോൾ വണ്ടി വന്ന് കുറുക്കിയിട്ട് പിന്നെ 3 പേരായിട്ട് ഇടിച്ച് നിരാശയാണ് മെയിനായിട്ട് ഇടിച്ചത്. അവൻ്റെ കൂടെ ഉള്ളവരും 3 പേരുണ്ടായിരുന്നു. അവനെ കണ്ടാലേ അറിയാത്തവര് അതുകൊണ്ട് ഇതുപോലെ ഇടിച്ച് ആട്ടോയുടെ പ്രശ്നത്തിൽ ഞാൻ പറഞ്ഞിട്ടാണ് പോയത്. 100 രൂപ വണ്ടിക്കാരൻ തന്നു. വണ്ടിക്കാരൻ തന്നിട്ട് അവൻ പോയപ്പോൾ അമ്മാര് വന്ന് എന്നെ വന്ന് അടിച്ചു. തിരുവനന്തപുരം വർക്കലയിലാണ് ഓട്ടോ ഡ്രൈവർക്ക് മർദ്ദനമേറ്റത്. വർക്കല കുരക്കണ്ണി തൃക്കോട്ടയിൽ സുനിൽകുമാറാണ് മർദ്ദനമേറ്റത്. അദ്ദേഹത്തിന്റെ പ്രതികരണമാണ് ഇടത് ജിബിൻ ജെബിയുണ്ട്. ജിബിൻ, എന്താണ് സംഭവിച്ചത്? രതീഷ്, വർക്കല പാപനാശത്തിന് സമീപം കൊച്ചുവിള എന്ന് പറയുന്ന ജംഗ്ഷനിൽ അവിടെ ഓട്ടോ സ്റ്റാൻഡിലാണ് സവാരി കാത്ത് കിടക്കുന്നതിനിടയിൽ ഈ സുനിൽകുമാറിനെ കാറിലെത്തിയ സംഘം മർദ്ദിച്ച് അവസാനാക്കിയത്. തുടർന്ന് വർക്കല താലൂക്ക് ആശുപത്രിയിലും പിന്നീട് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും സുനിൽകുമാർ ചികിത്സ തേടി. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അറിയാൻ സാധിക്കുന്നത്, ഇതിനു മുൻപ് ഈ മർദ്ദനത്തിന് തൊട്ട് മുൻപ് ഒരു സവാരി പോയ സമയത്ത് സുനിൽകുമാർ സവാരിക്കുണ്ടായിരുന്ന ആളുടെ കയ്യിൽ നിന്ന് 100 രൂപയാണ് ഫീസായി വാങ്ങിയിരുന്നത്. പക്ഷേ ഇത് 100 രൂപ ആവശ്യമില്ല, ഇത് കൂടിപ്പോയി എന്ന് പറഞ്ഞാണ് ഈ കാറിലെത്തിയ സംഘം സുനിൽകുമാറിനെ മർദ്ദിച്ച് അവസാനാക്കിയതിൽ ഈ മർദ്ദനത്തിൽ നമുക്ക് CCTVയിൽ നിന്ന് വ്യക്തമാണ്. അതിൽ ഒരാളാണ് സുനിൽകുമാറിനെ കൂടുതലായി മർദ്ദിക്കുന്നത്. അയാളെ തനിക്ക് നേരത്തെ കണ്ടിട്ടുള്ള ആളാണ്. ഇനി കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കുമെന്നാണ് സുനിൽകുമാർ പോലീസിനോട് അറിയിച്ചിട്ടുള്ളത്. മറ്റുള്ളവരെല്ലാം തന്നെ ആ സമയത്താണ് അദ്ദേഹം കണ്ടതെന്ന് വ്യക്തമാക്കുന്നുണ്ട്. എന്തായാലും ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് സുനിൽകുമാർ ഇപ്പോൾ ആശുപത്രിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയ ശേഷം വർക്കല പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. വർക്കല പോലീസ് കേസെടുത്ത ഈ ഒരു അന്വേഷണമായി മുന്നോട്ട് പോവുകയാണ്. ഈ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് ഇപ്പോൾ അന്വേഷണം നടക്കുന്നത്. കാരണം കാറിന്റെ നമ്പറും അവിടെ എത്തിയ ആളുകളുടെ ദൃശ്യങ്ങളും എല്ലാം ഈ CCTV ക്യാമറയിൽ വ്യക്തമാണ്. രതീഷ്.